താങ്ക് യു വെരി മച്ച്. എവിടെയാണെങ്കിലും ഓണാഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാനഡയിൽ എത്തിയതിനു ശേഷം ഇവിടുത്തെ കൊയ്ത്തുത്സവങ്ങളും മുടക്കാറില്ല. ഒക്ടോബർ മാസം അവസാനിക്കുന്നതോടെ കൊയ്ത്തുകാലം കഴിയും. ഉമ്മാടെ ബാൽക്കണി കൃഷിയിലെ കൊയ്ത്ത് സെപ്റ്റംബർ അവസാനമാവുമ്പോൾ തന്നെ തീർന്നിട്ടുണ്ടാകും. ചെടികളിലെ ഇലകൾ വാടി തളർന്ന് കൊഴിയാൻ തുടങ്ങും. പിന്നെ ഉണ്ടാകുന്ന തക്കാളിയും മുളകും വഴുതനയൊന്നും പാകമാകില്ല. പാവം, ചെടികൾക്ക് തണുത്തിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഉമ്മ അതെല്ലാം എടുത്ത് വീട്ടിനകത്ത് വെക്കും. എന്നാലും ശരിയാവൂല. ഒക്ടോബർ ആദ്യവാരം മുതൽ തന്നെ ഒരു വർഷത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള താങ്ക്സ് ഗിവിംഗ് ആഘോഷങ്ങൾ മിക്ക ഫാമുകളിലും തുടങ്ങിയിട്ടുണ്ടാകും. മഞ്ഞ നിറത്തിലുള്ള വലിയ മത്തങ്ങകൾ ഫാമുകൾക്ക് മുന്നിൽ മാത്രമല്ല മിക്ക വീടുകൾക്ക് മുന്നിലും ഉണ്ടാകും. നവംബർ മാസം തുടങ്ങുന്നതുവരെ ചിലപ്പോൾ കൊയ്ത്തുത്സവം നീണ്ടുപോകാം. എപ്പോഴും സ്ട്രോബെറി, ബ്ലൂബെറി, ആപ്പിൾ, മത്തൻ ഫാമുകളിൽ പോയി ഇതെല്ലാം പെറുക്കി വരാറുണ്ടെങ്കിലും ക്രാൻബെറി ഫാമിലേക്ക് കഴിഞ്ഞ വർഷമാണ് പോകുന്നത്. ഒരിക്കൽ ഉമ്മ പനിച്ചു കിടന്നപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് മുടങ്ങാതെ ക്രാൻബെറി ജ്യൂസ് കുടിക്കാനും അത് ഡയറ്റിൽ ഉൾപ്പെടുത്താനുമായിരുന്നു. കുറച്ചു ചവർപ്പുള്ള ക്രാൻബെറി ജ്യൂസിന് ചുമയ്ക്കുള്ള മരുന്നിന്റെ ടേസ്റ്റ് ആണത്രേ ഉമ്മാക്ക് തോന്നുന്നത്. അതായിരിക്കും അപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നാലും അത് മരുന്ന് പോലെയാണ് ഉമ്മ കുടിക്കുക. ഫാം കണ്ടാൽ ഉമ്മാന്റെ മരുന്ന് ടേസ്റ്റ് മാറിയാലോ ല്ലേ? ബെറികളിൽ വമ്പനാണ് ചുവന്ന മുന്തിരിയുടെ വലിപ്പമുള്ള ക്രാൻബെറി. മിസിസാഗയിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് ബാലയിലെ ക്രാൻബെറി ഫാമിലെത്താം. ഏകദേശം 200 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒന്റാരിയോ പ്രൊവിൻസിലെ ക്രാൻബെറിയുടെ തലസ്ഥാനമാണത്രേ ബാല എന്ന കൊച്ചു ഗ്രാമം. കണ്ടാൽ തോന്നില്ലാട്ടോ, അത്രയ്ക്ക് ചെറിയൊരു സ്ഥലമാണ്. പ്രൊവിൻസിലെ ഏറ്റവും വലിയ ക്രാൻബെറി ഫാമുകൾ ഇവിടെയാണ് ഉള്ളത്. ബാല ഫാൾസ് എന്നൊരു വെള്ളച്ചാട്ടവും ഉണ്ട് ടൗൺഷിപ്പിൽ. ഫാൾസിൽ നിന്നും അധിക ദൂരമില്ല ജോൺസ്റ്റൺ ക്രാൻബെറി ഫാമിലേക്ക്. അവിടേക്കാണ് കൊയ്ത്തുത്സവം കൂടാൻ ഞങ്ങൾ പോയത്. ഫാമിലേക്കുള്ള റോഡിന് ഇരുവശവും പല നിറത്തിലുള്ള ഇലകളുമായി ചിരിച്ചു നിൽക്കുന്നുണ്ട് മേപ്പിൾ മരങ്ങളും ഓക്കും. ക്രാൻബെറി ഫാം മുഴുവനായി നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഗണിൽ ചുറ്റി വരാം. വെള്ളം നിറച്ചിട്ട പാടങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റും കൊണ്ട് നടന്നാൽ അസുഖം പിടിച്ചാലോ എന്ന് കരുതിയിട്ടാവും ഉപ്പ വാഗൺ ട്രിപ്പിന് ടിക്കറ്റ് എടുത്തു. ഹെലികോപ്റ്ററിൽ 8 മിനിറ്റിനകം ഫാം മുഴുവൻ ചുറ്റിക്കണ്ടുവരാം. എന്നാൽ അതിന് കുറച്ചധികം പൈസയാവും. കാർഷിക ബിരുദധാരിയായ ജോൺസ്റ്റണും ഭാര്യ ജൂണും കൂടെ ബാലയിൽ കുറച്ച് സ്ഥലം വാങ്ങി ആരംഭിച്ചതാണ് ഫാം. ഇപ്പോൾ മക്കളും മരുമക്കളും ചേർന്ന് കുടുംബമായിട്ടാണ് ഫാമിലെ കൃഷി നടത്തിക്കൊണ്ടുപോകുന്നത്. ക്രാൻബെറിയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നതെങ്കിലും മറ്റു ബെറികളും വിളകളും ഈ ഫാമിലുണ്ട്. വെള്ളം നിറഞ്ഞ കുളങ്ങൾ 3-4 എണ്ണം ചുറ്റും കണ്ടപ്പോൾ ഞാനും ചക്കരയും കരുതിയത് അതിൽ മീനുണ്ടാവും എന്നാണ്. മീനൊന്നുമില്ല, അത് ക്രാൻബെറി കൊയ്ത്തിന് നിറച്ചിട്ടതായിരുന്നു. വെള്ളത്തിൽ വളരുന്ന ചെടിയല്ല കേട്ടോ ക്രാൻബെറി. അമ്ലാംശം ഏറെയുള്ള മണ്ണിൽ വളരുന്ന ഒരു തരം കുറ്റിച്ചെടിയാണിത്. കൃഷി എങ്ങനെയാണെന്നറിയാൻ പാടത്തേക്കിറങ്ങിയാലോ? ഉഴുതുമറിച്ച നിലങ്ങളിൽ വിത്ത് വിതയ്ക്കില്ല, തൈകളാണ് നടുന്നത്. നിശ്ചിത ദൂരത്തിൽ നാട്ടിൽ ഞാറ് നടില്ലേ, അതുപോലെ തന്നെ. ഒരിക്കൽ ക്രാൻബെറി തൈ നട്ടാൽ ശ്രദ്ധാപൂർവമുള്ള പരിചരണം മാത്രം മതിയാകും. ആണ്ടോടാണ്ടു നിൽക്കുന്ന ചെടിയായ ക്രാൻബെറി തൈ നട്ട് 4-5 കൊല്ലം കഴിയണം ആദ്യ വിളവെടുപ്പ് പാകമാകാൻ. ധൃതി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല, വളരെ സാവധാനമേ വളരൂ. തണുപ്പ് കാലമായാൽ കാനഡയിലെ മറ്റു ചെടികളെ പോലെ തന്നെ ഇവയും ഉറങ്ങൂട്ടോ. നീണ്ട ഉറക്കം. ഈ ഉറക്കത്തിനിടയ്ക്ക് നട്ട തൈകൾ നശിച്ചു പോകാതിരിക്കാനാണ് പാടങ്ങളിൽ കൃഷിക്കാർ വെള്ളം നിറച്ചിടുന്നത്. തണുപ്പത്ത് ഐസിന്റെ നേർത്തെ പാട വെള്ളത്തിന് മുകളിൽ കെട്ടുന്നത് താഴെയുള്ള ചെടികൾക്ക് സുരക്ഷയാണത്രേ. പിന്നീട് തണുപ്പ് മാറി വേനലാകുമ്പോൾ വെള്ളം വറ്റി ചെടി നിൽക്കുന്നത് ചതുപ്പു നിലങ്ങളിലാവും.
ക്രാൻബെറി ചെടിയുടെ ചുവപ്പും വെള്ളയും നിറങ്ങൾ കലർന്ന നീണ്ട പൂവുകൾ കൊറ്റിയുടെ കഴുത്തിനോട് സാമ്യം തോന്നിക്കുന്നതിനാൽ ഇതിന് ക്രെയിൻബെറി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പറഞ്ഞു പറഞ്ഞ് ക്രെയിൻ പോയി ക്രാൻ മാത്രമായി. ചെടികൾ പൂവിട്ടാൽ തേനീച്ചയെ കൂട്ടുപിടിക്കണം, പരാഗണം നടക്കേണ്ടേ? കായ്ഫലം തേനീച്ചകളുടെ സഹകരണത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഇവർ തേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ക്രാൻബെറി ചെടി പൂവിടാൻ തുടങ്ങുമ്പോഴേക്കും തേനീച്ചക്കൂടുകൾ പാടത്തിനരികിലെ ഇലക്ട്രിക് വേലി കൊണ്ട് സുരക്ഷിതമാക്കിയ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇലക്ട്രിക് വേലിക്കുള്ളിൽ വെക്കുന്നത് എന്തിനാന്നോ? തേനീച്ചക്കൂട്ടിൽ കൈയിട്ട് തേൻ കുടിക്കാൻ കാട്ടിൽ നിന്ന് കരടി ഇറങ്ങി വരൂത്രേ. ഫാമിൽ ഒരിക്കൽ കരടി ഇറങ്ങി വന്ന് തേൻ കുടിച്ച് മത്തായതിൽ പിന്നെയാണ് തേനീച്ചക്കൂടുകൾക്കൊരു വേലി സംരക്ഷണം. തേനീച്ചകൾ പാടത്തെ പണി കഴിഞ്ഞു പോയാൽ ചെടികളിൽ വെളുത്ത ചെറു കായ്കൾ ഉണ്ടാകും. ഈ കായ്കളാണ് പഴുത്തു പാകമാകുമ്പോൾ ചുവക്കുന്നത്. കൊയ്ത്തിനു സമയമായാൽ മുടി ചീകുന്ന ചീർപ്പു പോലെയുള്ളൊരു യന്ത്രം ഉപയോഗിച്ച് പടർന്നു നിൽക്കുന്ന ചെടികളെ കോതി വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും പാടങ്ങളിൽ വെള്ളം നിറയ്ക്കും. പണ്ടൊക്കെ കൈകൊണ്ടാണത്രേ ബെറികൾ പറിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലാട്ടോ. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഈ പാടങ്ങളിലൂടെ ശ്രദ്ധയോടെ വീണ്ടും ചീർപ്പ് യന്ത്രം ഓടിക്കുന്നു. ആദ്യമേ ചെടികൾ കോതി നിർത്തുന്നതിനാൽ രണ്ടാമത് യന്ത്രം ഓടിക്കുമ്പോൾ പഴുത്തു പാകമായ നല്ല കായ്കൾ ചെടിയുടെ തണ്ടിൽ നിന്ന് വേർപെട്ടു വീഴും. ഈ ബെറികൾ താമസിയാതെ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരും. പെട്ടെന്ന് കാണുമ്പോൾ പാടത്ത് ചുവന്ന മുത്തുകൾ ചിതറിക്കിടക്കുകയാണെന്നേ തോന്നൂട്ടോ. ഇവിടെ 27 ഏക്കറിൽ ക്രാൻബെറികൾ ഇതുപോലെ വിളഞ്ഞു കൊയ്യാൻ പാകമായി കിടക്കുന്നുണ്ട്. ഒരു ദിവസം 1 ഏക്കർ എന്ന കണക്കിലാണ് കൊയ്ത്ത് നടക്കുന്നത്. 60 വർഷത്തെ പഴക്കമുള്ള ഈ ചെടികളിൽ നിന്ന് ഇത്തവണത്തെ വിള 4 ലക്ഷം കിട്ടും എന്നാണ് പണിക്കാർ പറഞ്ഞത്. ഇനി വെള്ളത്തിൽ കിടക്കുന്ന ബെറിയെ ഫാക്ടറിയിലേക്ക് എത്തിക്കണ്ടേ? അതിന് പാറിക്കിടക്കുന്ന ക്രാൻബെറികളെ പണിക്കാർ വെള്ളക്കെട്ടിന്റെ ഒരു വശത്തേക്ക് ഒതുക്കി കൂട്ടും. വെള്ളം നനയാത്ത കട്ടിയുള്ള വസ്ത്രങ്ങളും ബൂട്ട്സും കയ്യുറകളും അണിഞ്ഞ പണിക്കാർ ബെറികളെ വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്ന പരന്നൊരു പാത്രത്തിലേക്ക് കോരി നിറയ്ക്കുന്നു. അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഇറങ്ങി ഒപ്പം കൂടാൻ തോന്നും. പക്ഷെ ആദ്യം അവരിടുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ഇടണം. അത് ഞങ്ങൾക്കറിയില്ലല്ലോ. ചെറിയ ക്രെയിൻ ഉപയോഗിച്ചാണ് കരയിലുള്ള വണ്ടിയിലേക്ക് പണിക്കാർ കോരി വെച്ച ബെറികൾ നിറയ്ക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് അത് വൃത്തിയാക്കുന്നതിനായി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. വീണ്ടും കഴുകിയും കാറ്റടിച്ച് ഉണക്കിയും നല്ല ബെറികളെ വേർതിരിച്ച് പാക്കിംഗ് യൂണിറ്റിലേക്കും മാറ്റുന്നു. ജ്യൂസ് കൂടാതെ വൈൻ, ജാം, കേക്ക്, സോസ്, സോപ്പ് തുടങ്ങി കുറേയേറെ സാധനങ്ങൾ ക്രാൻബെറി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വാഗണിൽ ഫാം ചുറ്റി വരുമ്പോൾ ഒരിടത്ത് കുറച്ച് ടർക്കി കോഴികളെയും താറാവുകളെയും കണ്ടു. ടർക്കി കോഴികൾ 20 എണ്ണം ഉണ്ടായിരുന്നതിൽ 4 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. താങ്ക്സ് ഗിവിംഗ് ഡിന്നർ ഉണ്ടാക്കാൻ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. ടർക്കി കോഴിയെ ബേക്ക് ചെയ്ത് ക്രാൻബെറി സോസും കൂട്ടി കഴിക്കുന്നതാണ് താങ്ക്സ് ഗിവിംഗ് ഡിന്നറിലെ പ്രധാന വിഭവം. രാവിലെ തുടങ്ങും ടർക്കി കോഴിയെ ചെറുതീയിൽ പതുക്കെ ബേക്ക് ചെയ്യാൻ. തലേ ദിവസം കഴുകി വൃത്തിയാക്കിയ കോഴിയെ കുറഞ്ഞ ഉപ്പ് വെള്ളത്തിൽ ഇട്ടുവെക്കും. രാവിലെ കോഴിയുടെ വയറിനുള്ളിൽ ചീസ്, കൂൺ, പച്ചക്കറികൾ, ചെറിയ ബ്രെഡിന്റെ കഷണങ്ങൾ, പിന്നെയും കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കും. എന്നിട്ടാണ് ഓവനിൽ ബേക്ക് ചെയ്യുക. രാത്രി ഡിന്നറിന് മുമ്പായി അതെടുത്ത് മേശപ്പുറത്ത് വെക്കും. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടുകാരെല്ലാം ചേർന്ന് മുറിച്ച് ക്രാൻബെറി സോസും കൂട്ടി കഴിക്കും. ഞാനും ചക്കരയും ചെടിയിൽ വിളഞ്ഞു നിൽക്കണ ബെറി പറിച്ച് ഒന്ന് തിന്നു നോക്കി. അയ്യോ, കയ്പയ്ക്ക പോലെ എന്തൊരു ചവർപ്പ്! ഒന്ന് കഴിച്ചപ്പോഴേക്കും മതിയായി. പിന്നെ അടുത്ത ബെറി ഞങ്ങൾ പൊളിച്ചു നോക്കാൻ തുടങ്ങി. ബെറിയുടെ ഉള്ളിൽ 4 അറകളും അതിനുള്ളിൽ ചെറിയ കുരുക്കളുമുണ്ട്. ഇങ്ങനെ അറകൾ ഉള്ളത് കൊണ്ടാണ് അവ വെള്ളത്തിൽ പാറിക്കിടക്കുന്നത്.
ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കായയാണ് ക്രാൻബെറി. അതുകൊണ്ട് വെറുതെ കളയാൻ പറ്റില്ല. വിറ്റാമിൻ എ, സി എന്നിവ കൊണ്ട് സമ്പന്നവുമാണ്. ഏതൊക്കെ രോഗങ്ങൾക്ക് ഈ ബെറി കഴിച്ചാൽ ആശ്വാസമാകും എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതേയുള്ളൂ. വടക്കേ അമേരിക്കയിലെ എല്ലാ വിളകളുടെയും കൊയ്ത്തു കഴിഞ്ഞ് ഏറ്റവും അവസാനം വിളവെടുക്കുന്നത് ക്രാൻബെറിയാണ്. അവസാനത്തേതെങ്കിലും വിളകളിൽ മൂപ്പനാണ്. കൈ നിറയെ ക്രാൻബെറിയുമായി തിരിച്ചു പോരുമ്പോൾ ഞങ്ങളും പറഞ്ഞു, താങ്ക് യു വെരി മച്ച്.